ഹായ്. ഇന്ന് നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരുന്ന മറ്റൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദാറ്റ് ഇസ് ഹെൽപ്പിംഗ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് നമുക്ക് വളരെയധികം സന്തോഷം നൽകും. നമ്മൾ ഒരു കൈ നീട്ടുമ്പോഴോ പിന്തുണ നൽകുമ്പോഴോ വെറുതെ കേൾക്കുമ്പോഴോ വി ക്രിയേറ്റ് എ റിപ്പിൾ ഇഫക്റ്റ് ഓഫ് കൈൻഡ്നെസ്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് സന്തോഷം നൽകുക മാത്രമല്ല, മറിച്ച് നമുക്കും സന്തോഷവും സംതൃപ്തി അനുഭവപ്പെടും. ഇനി ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ സദ്യയിൽ ഉണ്ടാക്കുന്ന നാരങ്ങ അച്ചാറിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓണ സ്പെഷ്യൽ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് രണ്ട് കറിവേപ്പില, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, 2 ക്ലോസ് ഗാർലിക്, നല്ലെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, കടുക്, ഉലുവ. അതുകൂടാതെ കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾ, കായം, ഉലുവാപ്പൊടി, ഇതെല്ലാം ഓരോ പിഞ്ച് വീതം എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ നാരങ്ങ പിക്കിൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ ഇനി 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ഇട്ട് കൊടുക്കുക. വളരെ നല്ലതുപോലെ മൂക്കണ്ട, ഒരു ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വരുമ്പോൾ നമുക്ക് ആ നേരത്തെ കാണിച്ച നാരങ്ങ ഞാൻ ചെറുതായി തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നേരം വെച്ചിട്ടുണ്ട്. ആ നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നാരങ്ങ ഒന്ന് നന്നായി വെന്ത് വരുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പൊ നാരങ്ങ ഇട്ടിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയി. ഇനി അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. മഞ്ഞൾ, മുളക് പൊടി, കായം, ഉലുവപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഇളക്കുക. നന്നായി ഇളക്കി ഇതൊന്ന് ഈ പൗഡറിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കണം. ഞാൻ നേരത്തെ വെള്ളത്തിൻ്റെ കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. വെള്ളത്തിൻ്റെ കൂടെ വേറൊരു കാര്യവും ഞാൻ മറന്നു, അതായത് ശർക്കര. നമുക്കൊരു ജാഗരി 1.5 ടീസ്പൂൺ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ് ശർക്കര ചേർക്കുന്നത്. ഈ അരപ്പിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ശർക്കര ഇട്ട് കൊടുക്കുന്നു. ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം ഏകദേശം വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. I hope you all like this video. Remember that happiness is in sharing. അത് ഫുഡ് ആയാലും സ്റ്റോറീസ് ആയാലും ഒരു പുഞ്ചിരി ആയാലും. That's all for now. We'll be back with another video. See you later. Bye bye.